കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ എടരിക്കോട് രാത്രി ഒരു അപകടമുണ്ടായിരുന്നു. മമ്മാലിപ്പടിയിൽ 2 പേര് മരിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രധാന വില്ലൻ ഈ ഒരു ലോറിയാട്ടോ. ഇതാണ് നിയന്ത്രണം വിട്ടത്. ഇത് ഇന്ന് ഉച്ചക്ക്, വെള്ളിയാഴ്ച ഉച്ചക്ക് ഞാൻ അവിടെ പോയി എടുത്തോട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ടല്ലോ, ഈ റോഡ് ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇങ്ങനെ വരുന്നത് കോഴിക്കോട്ട് നിന്ന് ഹൈവേന്ന് കയറിയിട്ട് പോക്കറ്റ് റോഡിലേക്ക് കയറുന്ന റോഡാണ്. അപ്പോൾ ഇവിടുന്ന് കണ്ടോ നേരെ അത് ആ ഒരു ലോറി നിയന്ത്രണം വിട്ടതാണ്. അപ്പോൾ അവിടുത്തെ ആ ഒരു കാറിലൊക്കെ തട്ടിച്ചിട്ടാണ് ആ ഒരു ലോറി നിയന്ത്രണം വിട്ട് പോയിട്ടുള്ളത്. ഇനി വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഇതാണ് ആ വണ്ടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഒരുപാട് പേര് അവിടെ ഉണ്ട് കേട്ടോ, വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഇപ്പോൾ അവിടുത്തെ ആ ഒരു ലോറി മെയിൻ വില്ലൻ, ഇതാണ് മെയിൻ വില്ലൻ. ഈ മെയിൻ വില്ലൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഈ കാണുന്നതാണ്. ലോറിയൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്, എത്രമാത്രം അപകടം ഉണ്ട് അല്ലെങ്കിൽ ഗുരുതരമാണ് എന്നുള്ളത്. ആ ഒരു ലോറിൻ്റെ ഫ്രണ്ട്, ബാക്കിയുള്ള ഇനി ഇതിലുള്ള വണ്ടികളൊക്കെ കാണിക്കുന്നുണ്ട്. അവിടെ ഒരു സ്കൂട്ടർ അവിടെ മറിഞ്ഞ് കിടക്കുന്നുണ്ട്. അതേപോലെ ഇനി ഞാനിതിൽ അവിടുത്തെ അപകടം സംഭവിച്ച വണ്ടികളുടെ കോലം ഞാനിവിടെ കാണിക്കുന്നുണ്ട്, ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത്. അതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നലെ രാത്രി അവിടെ നടന്നത് എത്രമാത്രം വലിയൊരു അപകടമാണ് എന്നുള്ളത്. എന്തായാലും പടച്ച തമ്പുരാനോട് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഇതേപോലുള്ള അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും ഞങ്ങളെല്ലാവരെയും നീ കാക്കണേ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയും നീ കാക്കണേ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഇന്നലെ സത്യം പറഞ്ഞാൽ ആ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ, ആ ന്യൂസ് കണ്ടപ്പോൾ ആകെ ഷോക്കായി പോയി കണ്ടോ. അപ്പോൾ ആ വണ്ടികളുടെ അവസ്ഥയാണ് ഇനി കാണുന്നത് കേട്ടോ. അവിടുത്തെ ഓരോ വണ്ടികളുടെയും അവസ്ഥ, വണ്ടി കാണോ, ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രമാത്രം ഗൗരവമാണ് അല്ലെങ്കിൽ അപകടം ഇന്നലെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അവിടുത്തെ വണ്ടി ചില്ല് പൊട്ടിയിട്ടുണ്ട്, അങ്ങനെ ഓരോ കാര്യങ്ങൾ കണ്ടോ. അവിടുന്ന് ആ ഒരു ബൈക്ക്, അതേപോലെ ആ ഒരു കാറിൻ്റെ ഒക്കെ കോലം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാവും. ഒരുപാട് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ ഫ്രണ്ട് ഇതൊക്കെ പോയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഗൗരവം എന്താണെന്ന് മനസ്സിലാവും. ഇനിയിപ്പോൾ അത് ഈ റോഡ് ഉണ്ടല്ലോ, ആ റോഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോഴിക്കോട്ട് നിന്ന് നേരെ വരുന്നതാണ്. അപ്പോൾ അവിടുന്ന് അങ്ങനെ നേരെ വന്നിട്ട് വണ്ടിക്ക് എന്തോ ബ്രേക്കൊന്നും കിട്ടിയില്ല. അങ്ങനെ എന്ത് ചെയ്തു, ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയതാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ മെയിൻ വില്ലൻ, നേരെ അങ്ങോട്ട് പോയി. ഇതാണ് ഇപ്പോഴത്തെ അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്.